യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ട് ഇന്ത്യ ഒരു പ്രസ്താവന ഇറക്കിയതിൽ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ലോകരാജ്യങ്ങൾ പറയുന്നത് പോലെ വെറുമൊരു അഭ്യർത്ഥന അല്ല ഇന്ത്യ നടത്തിയത്. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ യുദ്ധം ഒന്ന് നിർത്തൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ യാചിക്കുമ്പോൾ ആരും അത് ചെവിക്കൊള്ളുന്നില്ല. ലോക പോലീസായ അമേരിക്കയുടെ ആ നിസ്സഹായതയിലേക്കാണ് ഗാംഭീര്യത്തോടെ പുതിയ ലോകക്രമത്തിന്റെ വിശ്വഗുരുവായി ഇന്ത്യ കടന്നു വരുന്നത്. മാറി നിന്ന് കാഴ്ച കാണുന്ന പഴയ ചേരിചേരാ നയമല്ല ഇന്നത്തെ ഇന്ത്യയുടേത്. ഇസ്രയേലിന് പ്രതിരോധ സഹായം നൽകുന്നതിനൊപ്പം ഇറാന്റെ ചബഹാർ തുറമുഖം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇരു രാജ്യങ്ങൾക്കും മേൽ ഒരേ സമയം നിർണായക സ്വാധീനമുള്ള ലോകത്തിലെ ഏക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കട എന്ന് പറയാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയില്ല എന്നതാണ് വാസ്തവം. ഏപ്രിലിലെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇസ്രയേലും ഇറാനും വീണ്ടും ആക്രമണങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് അതിശക്തമായിട്ടുള്ള ഇടപെടലുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ ആക്രമണങ്ങളെ ഇന്ത്യ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉടൻ തന്നെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ അസന്നിഗ്ധമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ ദയനീയമായിട്ടുള്ള പരാജയമാണ്. യുദ്ധം നിർത്താൻ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റിട്ട് കെഞ്ചുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ട്രംപിന്റെ വാക്കുകൾക്ക് പുല്ലുവില നൽകി അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ മറുവശത്ത് യമനിലെ ഹൂത്തി വിമതർ ചെങ്കടലിൽ വീണ്ടും ആക്രമണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ സമാധാന ചർച്ചകളെല്ലാം വെറും പ്രഹസനമായി മാറിയിരിക്കുന്നു. ഈ വിടവിലേക്കാണ് തികഞ്ഞ പക്വതയുടെയും അധികാരത്തോടെയും ഇന്ത്യ കടന്നു വരുന്നത്. വെറുമൊരു സമാധാന ആഹ്വാനത്തിനപ്പുറം ഈ യുദ്ധം ലോക ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ദുരന്തങ്ങളെയാണ് ഇന്ത്യ തുറന്നു കാട്ടിയത്. 100 ദിവസത്തിലധികമായി തുടരുന്ന ഈ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുകയാണെന്നും ഊർജ വിതരണം തടസ്സപ്പെടുത്തി ലോകമെമ്പാടും ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ധനത്തിനും വില കൂട്ടുകയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. വികസ്വര രാജ്യങ്ങളുടെ, അതായത് ഗ്ലോബൽ സൗത്തിന്റെ മുഴുവൻ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യഥാർത്ഥ ലോക നേതാവിന്റെ ശബ്ദമാണ് ഇന്ത്യ ഇവിടെ മുഴക്കിയത്. ചുരുക്കത്തിൽ സ്വന്തം ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത ലോകത്തോട് എന്ത് ചെയ്യണമെന്നറിയാതെ അമേരിക്ക പരുങ്ങുമ്പോൾ തികഞ്ഞ സ്വാതന്ത്ര്യവും കരുത്തുറ്റതുമായിട്ടുള്ള വിദേശ നയത്തിലൂടെയും ഇന്ത്യ ആഗോളവേദിയിൽ തല ഉയർത്തി നിൽക്കുകയാണ്. പാശ്ചാത്യ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട ആ ശൂന്യതയിലാണ് ഇന്ത്യ നടത്തുന്ന ഈ ശക്തമായിട്ടുള്ള ഇടപെടൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.